കോവളം ബീച്ച്. കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 16 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കോവളം ബീച്ചിലെത്താം. വിഴിഞ്ഞം തുറമുഖത്തിന് സമീപമായാണ് കോവളം ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിദത്ത തുറമുഖമായ വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബർ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. ഒരു കാലത്ത് 1000 രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു ഈ പ്രദേശങ്ങൾ. ഇതിനടുത്തായി കടലിലെ മത്സ്യങ്ങളുടെയും ജീവികളുടെയും അപൂർവ ശേഖരമുള്ള മറൈൻ അക്വേറിയം ഇവിടെയുണ്ട്. ഫിഷിംഗ് ഹാർബറിൽ നിന്നും വെറും 3 കിലോമീറ്റർ മാത്രമാണ് കോവളം ബീച്ചിലേക്ക്. ഹൗവ ബീച്ച്, ലൈറ്റ് ഹൗസ് ബീച്ച്, സമുദ്ര ബീച്ച് എന്നീ 3 പ്രധാന ബീച്ചുകളാണ് ഇവിടെയുള്ളത്. ഈ തീരത്ത് കടലിന് ആഴം കുറവാണ്. ഈ തീരത്തിന് സമീപമായി ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ലൈറ്റ് ഹൗസ് ബീച്ചിൽ നിന്ന് ഹൗവ ബീച്ചിനെ വേർതിരിക്കുന്ന ഇടമാണ് ഇവിടുത്തെ സൂര്യാസ്തമയ വ്യൂവിംഗ് പോയിന്റ്. മറ്റൊരു ബീച്ചായ അശോക ബീച്ച് സമുദ്ര ബീച്ചിന്റെ ഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വിനോദസഞ്ചാരികളുടെ വലിയ തിരക്ക് ഈ ബീച്ചിൽ കുറവായതിനാൽ പൂർണ്ണമായ സ്വകാര്യത ആഗ്രഹിക്കുന്നവർക്ക് ഈ ബീച്ച് വളരെ നല്ലതാണ്. മിക്കവാറും എല്ലാ ഹണിമൂൺ പാക്കേജുകളിലും ഈ ബീച്ച് ഉൾപ്പെടുത്താറുണ്ട്. ലോകപ്രശസ്ത കടൽ തീരമായ കോവളത്ത് വിനോദസഞ്ചാരികളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ചുള്ള റിസോർട്ടുകൾ ലഭ്യമാണ്. നീന്തലിനും കട്ടമരത്തിലെ കടൽ യാത്രയും വള്ളത്തിലെ യാത്രയും ഇവിടുത്തെ ബീച്ചുകളിൽ സാധ്യമാണ്. സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്ന സായാഹ്നങ്ങളിലെ സൺ ബാത്തിങ് വിദേശികൾക്ക് നല്ലൊരു അനുഭവമാണ്. വൈകുന്നേരത്തോടെ തിരക്കേറുന്ന ഈ ബീച്ചുകൾ അർദ്ധരാത്രി വരെ വളരെ സജീവമാണ്. പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ, വളരെ ചെലവ് കുറഞ്ഞ കോട്ടേജുകൾ, ആയുർവേദ സുഖ ചികിത്സാ കേന്ദ്രങ്ങൾ, യോഗ, നീന്തൽക്കുളങ്ങൾ, സമ്മേളന സൗകര്യങ്ങൾ തുടങ്ങിയ അനന്ത സാധ്യതകളാണ് വിനോദസഞ്ചാരികളുടെ മുന്നിലുള്ളത്. സ്വദേശികളും വിദേശികളുമായ ടൂറിസ്റ്റുകൾ എല്ലാ സീസണിലും കോവളം ബീച്ചിലെത്തുന്നു. പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ഭക്ഷണം മുതൽ കുറഞ്ഞ നിരക്കിലെ വൈവിധ്യങ്ങളായ മികച്ച ഭക്ഷണങ്ങൾ വരെ ലഭിക്കുന്ന സ്ഥലമാണ് കോവളം. കോണ്ടിനെന്റൽ ഭക്ഷണം, വടക്കേ ഇന്ത്യൻ, ദക്ഷിണേന്ത്യൻ രുചികളും നാടൻ ഭക്ഷണങ്ങളുടെ കലവറയുമാണ് ഇവിടം. കോവളത്തു നിന്നും വളരെ മികച്ച യാത്രാ സംവിധാനങ്ങൾ തിരുവനന്തപുരം സിറ്റിയിലേക്കുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്നും 5 കിലോമീറ്ററും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും 10 കിലോമീറ്ററും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 16 കിലോമീറ്ററും മാത്രമാണ് കോവളം ബീച്ചിലേക്കുള്ള ദൂരം. തിരുവനന്തപുരം നഗരത്തിലെ മൃഗശാല, നേപ്പിയർ മ്യൂസിയം, ശ്രീചിത്ര ആർട്ട് ഗാലറി, കരകൗശല വസ്തുക്കളുടെ പ്രദർശനശാലകൾ, പത്മനാഭസ്വാമി ക്ഷേത്രം, മറ്റനേകം ക്ഷേത്രങ്ങൾ, ക്രിസ്ത്യൻ ചർച്ച്, മോസ്ക് എന്നിവയെല്ലാം ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ആകർഷണീയമായവയാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിലെ ലോകോത്തര നിലവാരമുള്ള ഹോസ്പിറ്റലുകൾ വിദേശീയരെ സംബന്ധിച്ചിടത്തോളം
വളരെ ചെലവ് കുറഞ്ഞ ചികിത്സാ കേന്ദ്രങ്ങളാണ്. ഇത്തരം വിദേശീയർ മടങ്ങിപ്പോകുന്നതിന് മുൻപ് കോവളത്തെത്തി ഇവിടുത്തെ പ്രകൃതി രമണീയതയും രുചികരമായ കടൽ വിഭവങ്ങളും ആസ്വദിക്കാറുണ്ട്. അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെയും അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെയും തിരുവനന്തപുരം നഗരത്തിൻ്റെയും സാമീപ്യമുള്ള പ്രകൃതി രമണീയതയും പ്രശാന്ത സുന്ദരവുമായ കോവളം ബീച്ച് വിനോദസഞ്ചാരികൾക്ക് എന്നും ഒരു പറുദീസയാണ്.